ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോ നായകനായി എത്തുന്ന അദ്ദേഹത്തിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണല്ലോ നടികർ തിലകം. ചിത്രത്തിന്റെ പേരൊന്ന് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നടികർ എന്നാണ് ടൊവിനോ നായകനായി എത്തുന്ന സിനിമയുടെ പേര്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, റിലീസ് തീയതി പ്രഖ്യാപനം, പാനന്തൻ റിലീസ് പ്രഖ്യാപനം എല്ലാം തന്നെയാണ് ഇന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടൊവിനോ, ഭാവന, ഒപ്പം തന്നെ സൗബിൻ തുടങ്ങി വലിയ താരനിരയോടെ വരാനിരിക്കുന്ന സിനിമ പാനന്തൻ റിലീസായിട്ട് ഫെബ്രുവരി 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ബോളിവുഡിൽ നിന്നും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ സിനിമയാണല്ലോ ബഡേ മിയാൻ ചോട്ടെ മിയാൻ. ആക്ഷൻ പാക്ഡ് ബിഗ് ബഡ്ജറ്റ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ടീസർ നാളെ ജനുവരി 24 രാവിലെ പുറത്തു വരുന്നതാണ്. പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്ന സിനിമയിൽ അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു. ടീസറിൽ പൃഥ്വിരാജിന്റെ രംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണുവാനായിട്ട് കാത്തിരിക്കാം. കോവിഡിന് മുന്നേ ചിത്രീകരണം ആരംഭിക്കപ്പെട്ട അജയ് ദേവ്ഗണിന്റെ ഒരു സ്പോർട്സ് ഡ്രാമ സിനിമയാണല്ലോ മൈതാൻ. സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് റിലീസായിട്ട് ഏപ്രിൽ മാസം ഈ വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ്. ലാൽ സലാം ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന രജനികാന്ത് കാമിയോ റോളിലെത്തുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആഴ്ച ജനുവരി 26 ചെന്നൈയിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കും. കാത്തിരിക്കാം. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത ശിവകാർത്തികേയന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അയലാൻ. ഇപ്പോഴത്തെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, ത്രില്ലർ, ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളായിരുന്നു നേടിയെടുത്തത്. ഒപ്പം മികച്ച കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കാം രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലക്കോട്ടെ വാലിബന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒട്ടനേകം അഭിമുഖങ്ങളാണല്ലോ ലാലേട്ടിൻ്റെതായിട്ട് വന്നത്. ഏറ്റവും പുതിയ ത്തിലൂടെ ലാലേട്ടിന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പ് അദ്ദേഹം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. എമ്പുരാൻ, റംബാൻ എന്നീ സിനിമകളുടെ ചിത്രീകരണത്തിന് ശേഷം നേരത്തെ കൺഫേം ആക്കപ്പെട്ടതുപോലെ സത്യനന്ദിക്കാടിന്റെ ലാലേട്ടൻ സിനിമയിലായിരിക്കും ലാലേട്ടൻ അടുത്തതായിട്ട് അഭിനയിക്കുക. തുടർന്ന് പ്രിയദർശന്റെ ലാലേട്ടൻ സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് ലാലേട്ടൻ ഏറ്റവും ഒടുവിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. പ്രിയദർശന്റെ 100ാമത്തെ സിനിമ കൂടിയായിരിക്കും ലാലേട്ടൻ നായകനെത്തുന്ന മലയാളം സിനിമ. ഇതിനിടയിൽ അന്യഭാഷാ സിനിമകളിലും ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ലാലേട്ടിന്റെ അടുത്ത നല്ല സിനിമകൾ കേട്ട്.